ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കാറിൻ്റെ വീഡിയോ ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ചെയ്തു വന്നായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, ഇതെന്താ ചെയ്യാത്തത്, അല്ലെങ്കിൽ ചേച്ചി എന്താ ചെയ്യാത്തത് എന്നുള്ള. അതിനൊക്കെ ഉത്തരമായിട്ട് നല്ലൊരു വീഡിയോ ആണ്, പടക്കനൊരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാ രീതിയിലും നമുക്കറിയാവുന്ന എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിൻ്റെ വീഡിയോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അങ്ങനെ ആ ലെവലിലാണ് പോയത്. അപ്പോൾ ഇതുവരെ റിവേഴ്സ് ഗിയറിലോട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ഇരുന്ന് കാര്യങ്ങൾ ഓടിച്ചും ഓടിക്കാതെയൊക്കെ പറഞ്ഞു തന്നാണ്. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തരാം. അതോടുകൂടി തന്നെ നമ്മൾ റിവേഴ്സ് ഗിയറിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പം നമുക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഒന്നും അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ പഠിച്ച ആൾക്കാരുണ്ടല്ലോ. അപ്പം ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഇത്താടെ വീഡിയോ കണ്ടിട്ട് ഡ്രൈവിംഗ് പഠിച്ചു, നമ്മൾ ലൈസൻസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോള് വിളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ധൈര്യപൂർവ്വം വണ്ടി എടുക്കണം. അതുപോലെ നിങ്ങൾക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വണ്ടി എടുക്കാനും പോവരുത്. അല്ലാതെ ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുക, വണ്ടി ഓടിക്കുക, ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുക. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോസുകളൊക്കെ കാണുക. എൻ്റെ നല്ല ഫുള്ള് പൊതുവേ ഉള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക. വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ കാണും. എല്ലാ വ്യക്തിക്കും അവനവൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളും ആ ലെവലിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ബ്രദറാണ് എന്നെ കൂടുതലും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും. ഞാൻ വണ്ടി എടുക്കുമ്പോൾ എൻ്റെ ബ്രദറാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, നിനക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ല, നീ നല്ലൊരു ഡ്രൈവറാണെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. പക്ഷേ അവിടുന്ന് കിട്ടിയെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പം വണ്ടി ഓടിച്ചിപ്പം എൻ്റെ ഡ്രൈവിംഗ് വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലർ ചോദിക്കുന്നത് ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇട്ടു, അല്ലെങ്കിൽ എവിടെ ചെന്നിട്ടാണ് തേർഡ് ഗിയർ. അതൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോയിന്റുകളല്ല. അതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലൂടെ എടുക്കേണ്ട. ഫസ്റ്റ് ഗിയർ എവിടെയാണ് നമ്മൾ സെക്കൻഡ് മാറ്റേണ്ടതെന്ന്, തേർഡ് മാറ്റേണ്ട. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ നമ്മൾ ഇട്ട ഉടനെ നമ്മൾ വണ്ടി എടുത്ത ഉടനെ ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ആക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്ന് വെച്ചാൽ അവിടുത്തെ കട്ടറോ അല്ലെങ്കിൽ അവിടെ പല പല പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്നൊന്നും സെക്കൻഡ് ഗിയർ ആക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയാസ് അവിടെ വേണം. അത് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു പോയിന്റ് എനിക്ക് അത് തന്നെയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാത്ത ഒരു പോയിന്റ്, സ്വന്തമായിട്ട് വേണം ഒരു ഐഡിയ. നമ്മളിപ്പോൾ ഒരു വണ്ടി ഇപ്പം ഞാനിപ്പോൾ എത്ര ഡ്രൈവിംഗ് നിങ്ങളെ പഠിപ്പിച്ചെങ്കിലും, നിങ്ങൾ എത്ര ഡ്രൈവിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഒരു വണ്ടി പോകണ്ടാത്തടുത്താണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകരുത്. ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല. അതിപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അത് ഏത് സ്ഥലമാണ് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും വെക്കുക. ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ആ ഒരു പോയിന്റ് വെക്കുക. അതെനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ എടുക്കുമ്പോൾ നമ്മുടെ മിറർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഫസ്റ്റിലെ തന്നെ നമ്മൾ മിറർ ശ്രദ്ധിച്ച് തന്നെ റിവേഴ്സ് ഗിയർ എടുത്ത് പഠിക്കുക. അതിന് ശേഷമേ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു തരുന്നത് കേൾക്കാം. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മിറർ ശ്രദ്ധിച്ച് തന്നെ റിവേഴ്സ് ഗിയർ ഇട്ടെടുക്കുക. അപ്പം റിവേഴ്സ് ഗിയർ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റിലെ വണ്ടി പഠിക്കുന്ന സമയത്തെ നമ്മൾ പതുങ്ങാൻ പാടില്ല. നമുക്കറിയാം ആവുന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ വണ്ടി എടുക്കുക. ഇപ്പം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ പോവണ്ട എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞു തരാൻ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നും. പിന്നെ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. 1, 2, 3 അങ്ങനെ കൊടുത്തേക്കുന്ന പാർട്ടുകളെല്ലാം കറക്റ്റായിട്ട് കാണാനും നിങ്ങൾ മറക്കരുത്. ഡ്രൈവിങ്ങിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിവേഴ്സ് ഗിയർ. അപ്പം നമുക്ക് റിവേഴ്സ് ഗിയറിനെ കുറിച്ചും കൂടുതൽ പഠിച്ചാലേ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ
പഠിത്തം കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ റിവേഴ്സ് ഗിയറാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് എവിടെ ചെന്നെങ്കിലും ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ഇട്ട് വണ്ടി എടുക്കേണ്ട വന്നാൽ എടുത്തല്ലേ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം. ചില ആൾക്കാർക്കെല്ലാം ഒരു കാര്യമുണ്ട്, ഫ്രണ്ട് വണ്ടി നന്നായിട്ട് ഫസ്റ്റ് ഇട്ട് വണ്ടി ഓടിക്കും, പക്ഷേ റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല. അപ്പോൾ അതിന് ഒരു കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ പഴയ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക. അപ്പം നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം എനിക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നൊരു സംശയം സബ്സ്ക്രൈബറിൻ്റെ എണ്ണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്താ വീഡിയോ, ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇനി വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാം. ഇപ്പം റിവേഴ്സും കൂടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇപ്പോൾ പറയണ്ടേ, എനിക്ക് എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വണ്ടി ഇങ്ങനെ കിടക്കുക. ഇപ്പം നമുക്ക് ഇതെങ്ങനെ റിവേഴ്സ് എടുക്കാമെന്ന് നമുക്ക് നോക്കണം. ഇപ്പം നമ്മളിവിടെ ഇവിടെ വണ്ടി ഇപ്പം ഇതൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് വലിയ ഓരോ റോഡുകളിലൊക്കെ ഓടിച്ചു പോയാൽ നമ്മൾ ഓരോടത്ത് പോയി പെട്ടുപോകും. ആ സമയത്തൊക്കെ നമ്മൾ റിവേഴ്സ് ഗിയർ എടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഒന്നുമല്ല, പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞങ്ങൾ സൺഡേ ആണ് വീഡിയോ എടുക്കുന്നത്. സൺഡേ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദൂരോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഞങ്ങളുടെ അവിടെ എല്ലാം പോലീസുകാരാണ്. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങോട്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏരിയയിൽ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നത് എങ്ങനെ നമുക്ക് റിവേഴ്സ് ഗിയർ എടുക്കാം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കയറിയിരുന്ന് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാകുമ്പം നമ്മൾ ക്ലച്ചും ബ്രേക്കിങ് ചവിട്ടിയതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് എടുത്ത് നമ്മൾ ഇപ്പം ഈ വണ്ടി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവരണം. നമ്മൾ വണ്ടി നേരെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുശേഷം ഇവിടെയെങ്കിലും വന്നതിന് ശേഷം നമ്മുടെ വണ്ടി ഇടത്തോട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുക. ഇടത്തോട്ട് നമ്മൾ ചരിച്ചു കൊടുത്തു കഴിയുമ്പോൾ വണ്ടി നമ്മുടെ ആ ഒരു ഭാഗം നമ്മുടെ ബാക്കിലോട്ട് പൊയ്ക്കോളും. അപ്പം നമ്മൾ ഈ ഇടത്തെ സൈഡിലെ മിററിലൂടെ ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടിയുടെ ഇവിടെ ബാക്കിൽ കുഴിയുണ്ടോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് തീർച്ചയായിട്ടും വണ്ടിക്കകത്തിരിക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പം അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയെങ്കിലും നമ്മൾ വണ്ടി ഇറക്കിയിരിക്കണം. നമ്മൾ ഇവിടെ വരെ വണ്ടി ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് വലത്തോട്ട് നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുക. സ്റ്റിയറിങ് തിരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പം നിങ്ങളെ ഞാൻ ഇത് വീഡിയോയിലും കൂടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഞാൻ റോഡിൻ്റെ സെൻറ്ററിലോട്ട് വണ്ടി കൊണ്ടുവന്നതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് വലത്തെ ഭാഗത്തോട്ട് നമ്മൾ താഴോട്ടിടുന്നതാണ് റിവേഴ്സ് ഗിയർ. അപ്പോൾ നമ്മൾ ഇനി വണ്ടിയുടെ സ്റ്റിയറിങ് വളച്ചു കൊടുക്കണം. സ്റ്റിയറിങ് വളച്ച് നമ്മൾ ഗ്ലാസ്സിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഗ്ലാസ്സിലൂടെ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. കണ്ടോ, ഇപ്പം വണ്ടി നമുക്ക് നന്നായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോഡിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് ഇട്ടതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തു നമ്മൾ ആക്സിലേറ്ററിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഓടിച്ച് നമുക്ക് പോകാം. ഇനി നമുക്കത് അടുത്ത സെക്കൻഡ് ഇടാം. ഇപ്പം നല്ല റോഡായതുകൊണ്ട് നമുക്ക് തേടിടാം. നമ്മൾ നല്ലപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഇപ്പം നമ്മൾ എങ്ങനെ വണ്ടി ഒന്ന് തിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയ റോഡോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മൾ ഫ്രണ്ടിലോട്ട് അങ്ങ് പോകണം. അതിനുശേഷം നമ്മളൊന്ന് ചവിട്ടി കൊടുക്കണം. ബാക്കിൽ വണ്ടിയുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചവിട്ടിയതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ വെറുതെ ചെറുതായി ഒന്ന് സ്റ്റിയറിങ് ഒടിച്ചു കൊടുക്കുക. നമ്മുടെ ബാക്കിൽ നമ്മൾ മിററിലൂടെ ശ്രദ്ധിക്കണം, നമ്മുടെ ബാക്ക് ഫുള്ള് നല്ല ഇതാണോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ നോക്കുമ്പോൾ ഇപ്പം എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ബ്രേക്ക് കൊടുത്ത് നമുക്കൊന്ന്
ഇങ്ങനെ നമ്മുടെ റിവേഴ്സ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ എടുത്തു. അതിനുശേഷം നമുക്ക് ഇപ്പം നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇട്ട് നമ്മൾ വണ്ടി എടുക്കണം. നമ്മുടെ മിറർ എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ മിററിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ബാക്ക് ഫുള്ള് അങ്ങ് വരെയും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഈ മിറർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇടത്ത് ഭാഗത്തുള്ള മിറർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ബാക്കിലെ ടയറ് നിന്നും കുറച്ചുകൂടെ കാണാം. അപ്പം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒരു കട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ കുഴിയിലോട്ടോ നമ്മുടെ വണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ മിററിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സൈഡിലും അതേപോലെ നമ്മുടെ ബാക്കിലെ ടയറിൻ്റെ അടുത്ത് വരെ കാണാം. അപ്പം നമ്മൾ എന്തെങ്കിലും കുഴിയോ കുണ്ടോ കല്ലോ ഒക്കെ കിടക്കുവാണെങ്കിൽ നമുക്ക് അതിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 മിറർ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മറ്റുള്ള ഇതൊന്നും ഇല്ല, പഠിച്ച് തന്നെ കയറിപ്പോൾ. ഈ മിറർ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ പോയി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ തൊട്ട് പിറകിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ പിന്നെ മെയിൻ ട്രാഫിക്കിലൊക്കെ തൊട്ട് പിറകിൽ വണ്ടി കൊണ്ടുവയ്ക്കുക. അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ എടുക്കേണ്ട സമയത്തൊക്കെ ഈ മിറർ നമുക്ക് യൂസ് ചെയ്യാം. തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന മിറർ ഇത് തന്നെ. നമുക്ക് ആ 2 സൈഡിലെയും അത്ര ഇതായിട്ട് കാണത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. അങ്ങനെ നമ്മൾ റിവേഴ്സ് ഗിയറിനെ കുറിച്ചും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം നമുക്ക് പുതിയ വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് തരണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം. നിങ്ങൾ വീഡിയോസൊക്കെ പഴയ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഡ്രൈവിംഗ് പഠിച്ചു വരണം. എനിക്കൊരുപാട് കോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിച്ചു എന്നൊക്കെ, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.